ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് മധുരപ്രേമികളുടെ പ്രിയപ്പെട്ട ഗീ മൈസൂർ പാക്കാണ്. വളരെ സോഫ്റ്റും നല്ല പെർഫെക്റ്റ് ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഈ മൈസൂർ പാക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നാവിൽ അലിഞ്ഞിറങ്ങുന്ന ഈ മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. മൈസൂർ പാക്ക് ഉണ്ടാക്കാനായി ആകെ 3 ഇൻഗ്രീഡിയൻസ് മതി. അതിൽ ആദ്യത്തേത് 1 കപ്പ് കടലമാവാണ്. കടലമാവ് എടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് പഞ്ചസാര കൂടി വേണം. ഇനി വേണ്ടത് 1.25 കപ്പ് നെയ്യാണ്. നെയ്യിലെ തരികളൊക്കെ ഒന്ന് ഉരുകുന്നത് വരെ ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തു വെച്ചതാണിത്. ആദ്യം തന്നെ നമ്മൾക്ക് കടലമാവ് ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് നമ്മൾക്ക് ഈ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾക്കിത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ കടലമാവ് നന്നായി വറുത്ത് കിട്ടും. തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. കടലമാവിന്റെ കളറ് മാറാനോ കരിഞ്ഞു പോവാനോ ഒന്നും പാടില്ല. ഇപ്പോ കടലമാവൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാനിൽ നിന്ന് നമ്മൾക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1.25 കപ്പ് നെയ്യിൽ നിന്നും 3/4 കപ്പ് നെയ്യോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലമാവൊന്നും കട്ട കെട്ടാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. കടലമാവും നെയ്യുമൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഉരുകാൻ ആവശ്യമായി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, കാരണം നമ്മൾക്കിത് ഒറ്റനൂൽ പരുവത്തിൽ ഒന്ന് കുറുക്കിയെടുക്കാനുള്ളതാണ്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് ഉരുകി ഒറ്റനൂൽ പരുവമാവുന്നത് വരെ നമ്മൾക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായി തിള വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് കുറുക്കി എടുക്കാനുണ്ട്. ഇപ്പോ പഞ്ചസാരയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കുറുകി വറ്റിപ്പോവരുത്. ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ വിരൽ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഒരു നൂല് പോലെ വരുന്നുണ്ടെങ്കിൽ അതാണ് ഇതിന്റെ കറക്റ്റ് പാകം. ഇനി ഈ പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ നെയ്യിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് കൈയെടുക്കാതെ നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ നെയ്യൊക്കെ ഈ കടലമാവ് നല്ല രീതിയിലൊന്ന് അബ്സോർബ് ചെയ്യുന്നത് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ ഒരിക്കലും കൂട്ടി വെക്കാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം എപ്പോഴും നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോ നല്ലവണ്ണം തിള വന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ബാക്കി വെച്ചിരിക്കുന്ന 1/2 കപ്പ് നെയ്യിൽ നിന്നും 1/4 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യ് കൂടി നന്നായി ഒന്ന് അബ്സോർബ് ചെയ്യുന്നത് വരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോ നമ്മൾ ചേർത്ത് കൊടുത്ത 1/4 കപ്പ് നെയ്യൊക്കെ ഇതിലേക്ക് നന്നായി അബ്സോർബായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന 1/4 കപ്പ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൈയെടുക്കാതെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ഈ നെയ്യും പൂർണ്ണമായും കടലമാവിലേക്ക് അബ്സോർബായി വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ തന്നെ ആയിരിക്കണം, കൂട്ടി വയ്ക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെയും കടലമാവിലേക്ക് നന്നായി ഒന്ന് മിക്സായി നല്ല പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ കുറുകിയാൽ മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ കൂടുതൽ കുറുക്കിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ മൈസൂർ പാക്ക് കുറച്ചുകൂടി കട്ടിയാവാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ഒരു പാകത്തിൽ നെയ്യ് തടവിയ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചില്ല് പാത്രത്തിലേക്ക് നെയ്യ് തടവിയതിന് ശേഷം അടിയിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് 1 മണിക്കൂർ നന്നായി ഒന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾക്ക് മൈസൂർ പാക്ക് ഇവിടെ നല്ല പാകത്തിന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടിയിൽ വിരിച്ചു കൊടുത്ത ബട്ടർ പേപ്പർ ഒക്കെ എടുത്ത് മാറ്റാം. ഇനി നമ്മൾക്ക് ഈ മൈസൂർ പാക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള സൈസിലൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഇതിവിടെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഈ മൈസൂർ പാക്ക് ഇരിക്കുന്നതെന്ന്. വിശേഷ ദിവസങ്ങളിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഗീ മൈസൂർ പാക്ക് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഇത് ബേക്കറികളിൽ നിന്നൊക്കെ വളരെ വില കൊടുത്ത് വാങ്ങുന്നതിന് പകരം വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.